എന്റെ വീട്ടിൽ ഇപ്പം ആര് വന്ന് ആര് അടുക്കളകൾ കയറിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ കിച്ചൺ നീറ്റാ. എനിക്ക് എപ്പോഴും നീറ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പല സമയത്തും ഞാനടക്കം എൻ്റെ അമ്മ, ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അവരുടെ അടുത്തൊന്നും ഇതേപോലത്തെ ഒരു സംസാരം ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അയ്യോ, അടുക്കളയിൽ ഒന്നും വിചാരിക്കില്ല, എൻ്റെ അടുക്കള ആകപ്പാടെ ഇതായിട്ടാ ഇരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് കിടക്കുന്നുണ്ടാവും, പാത്രങ്ങളൊക്കെ സിങ്കിൽ കൂടി കിടക്കുന്നുണ്ടാവും. ചിലപ്പം അതൊരു കുഴപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് നമ്മുടെ ലേഡീസിന്റെ അവസ്ഥ അറിയാലോ. ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാവാം, കുട്ടികളുണ്ടാവും, ജോലി തിരക്കുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ മൂഡ് സ്വിങ്, നമ്മളുടെ മെൻസ്ട്രേഷന്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് സംടൈംസ് നമ്മളെ കിച്ചൺ വളരെ മെസ്സി ആവാം. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ കിച്ചൺ നിങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ഹാബിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചൺ അത്യാവശ്യം ക്ലീനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. വളരെയധികം വൃത്തികേടായിട്ട് കിടക്കാറുമില്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വയമേ കിട്ടുന്ന പ്രാക്ടീസ് ചെയ്ത അറിവുകളോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതിനൊരു പരിഹാരം തേടി ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പല കാര്യങ്ങളും ഒക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പല സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇതൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് കറക്റ്റ് കൊള്ളാലോ എന്ന് തോന്നിയിട്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് ഹാബിറ്റ്സുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, ഡോണ്ട് കീപ് എക്സ്ട്രാ ഐറ്റംസ് ഓൺ ദ കൗണ്ടർ ടോപ്പ്. കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം കൂടിപ്പോയാൽ എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഒന്നെങ്കിൽ നമ്മളുടെ ഉപ്പുപാത്രം, എണ്ണക്കുപ്പി, ഇതൊക്കെ വെക്കാൻ ഒരു ചെറിയൊരു സ്പേസ്. അതുകൂടാതെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഷുഗർ, പിന്നെ അതുകൂടെ ചായപ്പൊടി, കാപ്പിപ്പൊടി, ഈ വക ഐറ്റങ്ങൾ. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവ്. പിന്നെ നമ്മളെ സിങ്ക് ഏരിയയിൽ നമ്മളെ സിങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന വശം. അതുകൂടാതെ അത്യാവശ്യം വേണ്ട കുറച്ച് പ്ലേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ വെക്കാം. കൂടിപ്പോയ ഒരു ചെറിയ ഓർഗനൈസർ വെക്കാം. അതുകൂടാതെ ചെറിയ എന്തെങ്കിലും ഈസ്തറ്റിക് സാധനം നിങ്ങൾക്ക് അത്രമേൽ അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മതി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ. മിനിമലായിട്ടിരിക്കുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് ഈ കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നും. അതേപോലെ ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. അപ്പം എപ്പോഴും നിങ്ങളുടെ കൗണ്ടർ ടോപ്പ് മിനിമലാക്കാൻ നോക്കുക. ഒരുപാട് ഐറ്റംസ് വാരി വലിച്ച് ഒരുപാട് ഈസ്തറ്റിക്, കുറേ ലൈറ്റ്സ്, കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം കൗണ്ടർ ടോപ്പ് കീപ്പ് ചെയ്യുക, ഐറ്റംസ് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വാഷ് ഡിഷസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മീൽസ്. ഇത് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കാരൊക്കെ ആകുമ്പോൾ. എന്നിരുന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളൊരു ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ സിങ്കിലിടാതെ ക്ലീൻ ചെയ്യുക. നമ്മുടെ സിങ്ക് ഏരിയ ക്ലീൻ ആയിട്ട് നമ്മൾ നനവൊന്നും ഇല്ലാതെ ഡിഷുകളൊക്കെ വാഷ് ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഫ്ലോർ അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ സിങ്ക് ഏരിയ വളരെ നീറ്റ് ആണെങ്കിൽ അതൊരു കൂടുതലൊരു ക്ലീൻ ആയിട്ടുള്ള കിച്ചണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് സിങ്കിൽ എപ്പോഴും പാത്രം ഇട്ട് വെച്ചിരിക്കാതെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് വേസ്റ്റ് കളയാനുള്ള ഒരു സാധനവും പെട്ടെന്ന് അടുത്ത് തന്നെ വെക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുക വേസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് പാത്രം അവിടെ വെക്കണം എന്നുള്ളത്. കിച്ചണിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വെക്കുക. അതുകൂടാതെ വേസ്റ്റ് കളഞ്ഞ് പെട്ടെന്ന് തന്നെ അതിനകത്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വാഷ് ചെയ്ത് പെട്ടെന്ന് അതാത് സ്ഥാനത്ത് വെക്കാനും ഡ്രൈനറിൽ വെക്കാനും നമുക്ക് ഈസി ആയിരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഒട്ടുമിക്ക ആളുകളുടെ കിച്ചൺ എന്ന് പറയുന്നത് മോഡുലാർ കിച്ചണാ. അതിനൊക്കെ ചെറിയ ഡ്രോയറും കാര്യങ്ങളും വെസൽസ് വെക്കാനുള്ളതും സ്പൂണും അങ്ങനത്തെ കാര്യങ്ങൾ വെക്കാനുള്ളതുമായിട്ടുള്ള എല്ലാ ഓർഗനൈസേഴ്സും ഇപ്പം അതായത് മോഡുലാർ കിച്ചണിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ഓർഗനൈസർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരു ഷെൽഫ് നിങ്ങൾ ക്ലീൻ ചെയ്യുക. അവിടെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ കുറേ നാളായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള സാധനം നമുക്ക് ഡീക്ലട്ടർ ചെയ്യാം. അതുകൂടാതെ ഒരേപോലത്തെ തന്നെ 2-3 ഐറ്റംസ് ഉണ്ട്, അത് ഡീക്ലട്ടർ ചെയ്യാം. പിന്നെ പൊട്ടി എന്തെങ്കിലും ഉണ്ട്, അത് എന്നാൽ പിന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരിക്കും. ചില ഗാഡ്ജറ്റുകളൊക്കെ അങ്ങനെയായിരിക്കും, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നേ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡീക്ലട്ടർ ചെയ്യുക. ലെസ് ഐറ്റംസ് ആണ് നമ്മളുടെ ഡ്രോയറിലും ഇതിലൊക്കെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. കൂടുതൽ നേരം നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അടുത്തത്, കീപ് ഓൺലി നമ്പർ ഓഫ് ഡിഷസ് യുവർ ഫാമിലി നീഡ്. നിങ്ങൾ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവർക്ക് ആവശ്യമായ വെസൽസും പാത്രങ്ങളും മാത്രം കീപ്പ് ചെയ്യുക. എക്സ്ട്രാ 1-2, അതായത് പ്ലേറ്റ്, ബൗളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഒന്നോ രണ്ടോ വരുമ്പം അവർക്ക് കൊടുക്കുക സെർവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണെങ്കിൽ അത് എന്ത് എളുപ്പമാണ്, നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, വാഷ് ചെയ്യാൻ എളുപ്പമാണ്, അതുകൂടാതെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ ഹസ്ബൻഡോ ആരെങ്കിലും പലപ്പോഴും കിച്ചൺ കയറിയാൽ പോലും അവർക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല, ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളുടെ ഫാമിലിക്ക് ആവശ്യമായ വെസൽസും പാത്രങ്ങളും മാത്രം സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാ 1 in 1 out റൂള്. എല്ലാവർക്കും അറിയാം ഇത് എന്താണെന്നുള്ളത്. ഡീക്ലട്ടർ തന്നെ. ഇപ്പൊ ഈ ഡീക്ലട്ടർ ഒരു ഹീറോ ആണ് കേട്ടോ. അതായത് നമ്മളെ വീടും നമ്മുടെ കിച്ചണും നമ്മളെ ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ ഹീറോ ആയിട്ടാണ് എനിക്ക് ഈ ഡീക്ലട്ടറെ തോന്നുന്നത്. കാരണം ആവശ്യമില്ലാത്ത വസ്തുക്കൾ വെച്ചോണ്ടിരിക്കരുത്, അതപ്പൊ തന്നെ കളഞ്ഞേക്കുക. എപ്പോഴും ഒരു പുതിയൊരു പാൻ വാങ്ങിച്ചു, നമ്മുടെ അടുത്ത് ദോശപ്പാനൊക്കെ നമ്മൾ മിക്കപ്പോഴും മാറ്റാറുണ്ട്. അപ്പൊ ഈ പഴയ പാന് കളയാൻ മടിച്ചിട്ട് അവിടെ വെച്ചോണ്ടിരുന്ന് നമ്മളുടെ ഷെൽഫിൽ സ്ഥലം വെറുതെ കളയണ്ട. പഴയത് നമ്മൾ കളയുകയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുക. പുതിയത് വാങ്ങിക്കുമ്പം പഴയ സാധനം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, വൈപ്പ് ദ കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റവ് എവറി നൈറ്റ് ബിഫോർ ബെഡ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കൗണ്ടർ ടോപ്പും നമ്മൾ ഗ്യാസ് സ്റ്റവും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. എനിക്ക് ടിഷ്യൂ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ടിഷ്യൂ പേപ്പർ എനിക്ക് കുറച്ച് ഈസിയും കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ വെക്കുന്നതാണ്. ഓഫറൊക്കെ വരുന്ന സമയത്ത് ഞാൻ കുറേ ടിഷ്യൂസൊക്കെ വാങ്ങിച്ചു വെക്കും. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം എന്തെങ്കിലും പറ്റിയാൽ അപ്പം തന്നെ തുടച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ടവല്, ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ കീപ്പ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ കിച്ചണിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കിച്ചണിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടുക. രാവിലെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിച്ചണിൽ കയറാൻ തോന്നും. അതല്ലെങ്കിൽ രാവിലെ വന്ന ഉടനെ ഒരു കുറച്ച് സമയം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി കളയണം. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൗണ്ടർ ഫ്രീ ആക്കി തുടച്ച് സ്റ്റെയിനൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഒരു മടി വരും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കിച്ചണിൽ നിന്നല്ലേ. അപ്പൊ ആ ഡേ സൂപ്പറായിട്ട് എനർജി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അടുത്തത്, ഡോണ്ട് സ്റ്റോർ എംപ്റ്റി ഗ്ലാസസ് ബോട്ടിൽസ് ഇൻ കേസ് എന്നാ ഞാൻ പറയുന്നത്. ചിലരുടെ വീട്ടിലൊന്നും കാണത്തില്ല, ചിലരുടെ വീട്ടിലുണ്ടാവും. ഇനി അങ്ങനെങ്ങാനും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ ഇതിനു മുമ്പേ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് കിച്ചണിൽ ആവശ്യമായിരുന്നപ്പോൾ വാങ്ങിച്ചതാ, അത് ഇട്ട് വെച്ചു, അതിന്റെ ഉപയോഗം കഴിഞ്ഞു. അപ്പൊ ഒരു എംറ്റി ആയിട്ട് ഒരു ഗ്ലാസ് ജാർ ഇപ്പോഴും നിങ്ങളുടെ സ്പൈസ് റാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ഗ്രോസറീസ് ഇട്ട് വെക്കുന്നതിലോ അങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം അന്നേരം നമുക്കത് ആവശ്യമില്ല, പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ല, ആ ഗ്ലാസ് അവിടെ എംറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് റിമൂവ് ചെയ്യുക. അത് കാണുമ്പോൾ ഒരു ക്ലട്ടറി ഫീൽ ആയിരിക്കും. അതുകൊണ്ട് എംറ്റി ആയിട്ടുള്ള ഗ്ലാസ്സോ ജാറോ എന്തെങ്കിലും ബോട്ടിൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമ്മളൊരു ഒരു ട്രീറ്റ്, ഒരു വിഷ്വലി നല്ലൊരു ക്ലീൻ ആയിട്ടൊരു ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തത്, ഗീവ് എവറി ഐറ്റം ഫിക്സഡ് പ്ലേസ്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിച്ചണിൽ ലെസ് ഐറ്റംസ്, ലെസ് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നല്ലേ. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വളരെ കുറച്ച് ഓർഗനൈസറിൽ വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ, അത് കീപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ പ്ലേസ് എടുക്കുക. നമ്മളിപ്പം ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് അതാ സ്ഥലത്ത് തന്നെ വെക്കാൻ നമ്മുടെ ഫാമിലിനെയും കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്പൂണും കാര്യങ്ങളും ഇടാനാണെങ്കിൽ ഒരു കട്ട്ലറി ഹോൾഡർ അല്ലെങ്കിൽ ഒരു റാക്ക്, അത് അതിനു വേണ്ടിയുള്ളത് മാത്രമായിരിക്കണം. സ്പൈസസ് വെക്കാനാണെങ്കിൽ അതിനു വേണ്ടി മാത്രമുള്ളത്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായ ഒരു പ്ലേസ് കറക്റ്റായിട്ടുണ്ടാവുക. എപ്പോഴും അത് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി വെക്കരുത്. അതാത് സ്ഥലത്ത് തന്നെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് തിരിച്ച് എടുത്ത് വെക്കുക. ഇങ്ങനെ ഓരോ സ്ഥലത്തിനും പ്രത്യേക പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അത് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനും ഈസി ആയിട്ട് എവിടെ എന്താന്ന് തപ്പാതിരിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ചില ദിവസങ്ങളിലൊക്കെ വലിയ ആളെപ്പോലെ രാവിലെ എഴുന്നേക്കും. എന്നിട്ടിട്ട് തന്നെ ചായ ഇട്ട് കൂടിയും പരിപാടിയൊക്കെ ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് അടുക്കളയിൽ കയറും. എന്നിട്ടോ അതെന്തിയേ ഇതെന്തിയെന്ന് ചോദിച്ച് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം പണ്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പം പെർഫെക്റ്റ്ലി കുറച്ച് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഈ സംഭവം എവിടെ ഇരിക്കുന്നത്, ഇന്ന സാധനം എവിടെയാണെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത്രയും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് എൻ്റെ പാൻട്രി യൂണിറ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് എടുക്കാം. കാരണം ഉപയോഗിക്കുന്ന സാധനം മാത്രം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു വെക്കുള്ളൂ. അനാവശ്യമായിട്ട് അതും ഇതും വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇത് പിന്നത്തേക്ക് ഉപയോഗിക്കാം, പിന്നെ അത് ചെയ്യാം, ഇങ്ങനെയുള്ള ഗ്രോസറി പർച്ചേസിങ് പരിപാടിയൊക്കെ ഞാൻ നിർത്തിയത് കൊണ്ട് തന്നെ വളരെ മിനിമലായിട്ട് എൻ്റെ ഫാമിലിക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം, അത് മാത്രമായിരിക്കും നമ്മൾ റിപ്പീറ്റഡ്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ.
നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന വയസ്സ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇതൊക്കെ നോക്കുന്ന അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ അത്രത്തോളം കുക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ കുറേ സാധനങ്ങൾ മേടിക്കും. എന്നെ സംബന്ധിച്ച് കുറേ കാലങ്ങളായിട്ട് ഈ ഐറ്റംസ് മാത്രമേ ഉപയോഗത്തിൽ വരുന്നുള്ളൂ. അല്ലാതെ വേറെ കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ട് അത് ഉപയോഗമില്ലാതെ പൂപ്പലായി കളഞ്ഞ ചരിത്രവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്തത് ബൈ ലെസ് യൂസ് മോർ. നമ്മൾ ഒരുപാട് ഓർഗനൈസർ വാങ്ങിക്കേണ്ട, ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ട. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം. ഓർഗനൈസേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയെന്ന് പറഞ്ഞ് ഒന്ന് ആലോചിക്കാതെ വേണമെന്നുള്ളത്. ചുമ്മാ എന്തിനാ നമ്മുടെ അടുക്കളയിൽ കുറേ സാധനങ്ങൾ കൊണ്ട് നിറച്ച് വലയൊക്കെ പിടിച്ച് അത് പിന്നെ തുടയ്ക്കാൻ ഒരു നേരം, പൊടി പിടിച്ച് അത് തുടയ്ക്കാൻ നേരം, അത് ക്ലീൻ ചെയ്യാൻ വീണ്ടും കുറേ സമയം എടുക്കും. കാണാനൊക്കെ ആദ്യം നല്ല ഭംഗിയായിരിക്കും, പിന്നെ അത് നിങ്ങൾക്കൊരു ജോലിഭാരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വാങ്ങിച്ചു കൂട്ടേണ്ടത് നിങ്ങൾക്ക് ഇരട്ടി പണിയാവും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മേക്ക് യുവർ ഫാമിലി റെസ്പോൺസിബിലിറ്റി. പല വീടുകളിലും നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മളെ ഭർത്താവ് ആയിക്കോട്ടെ, മറ്റംഗങ്ങളായിക്കോട്ടെ, കിച്ചൺ ജോലി നമ്മൾ ലേഡീസിനെ മാത്രം എന്ന് വിചാരിക്കും. ഒരു പ്ലേറ്റ് ഒക്കെ ആ ടേബിളിൽ തന്നെ വെച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അവരെവിടെ ഇരുന്നാണോ ചായ കുടിച്ചത് അവിടെ വെച്ചിരിക്കും. ഇതല്ല, നിങ്ങളുടെ ഫാമിലിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പഠിപ്പിക്കുക. അത്യാവശ്യം നിങ്ങൾ ഡിഷൊന്നും വാഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ തിന്ന പാത്രത്തിലെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് അത് നമ്മളെ സിങ്കെങ്കിലും ഇട്ട് വെക്കാനായിട്ട് പഠിപ്പിക്കുക. ഞാനിപ്പോൾ എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ച് പതുക്കെ കൊണ്ടുവരികയാണ്. നേരത്തെ അവർ തിന്നടുത്ത് തന്നെ പാത്രം വെച്ചു പോകും. ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് അത് ശീലിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ തിന്നു കഴിഞ്ഞാൽ നേരെ ഇനി TV കണ്ടോണ്ടിരിക്കുകയാണോ എന്ത് തിരക്കിലാണെങ്കിലും നേരെ കൊണ്ട് അവര് വേസ്റ്റ് അവിടെ ഇട്ടിട്ട് സിങ്കിലിടാൻ പഠിച്ചു. ഇനി പതുക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും കൂടെ പഠിപ്പിക്കാം. അപ്പൊ നിങ്ങളെ ഫാമിലിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ക്ലീൻ ആയിരിക്കുന്ന കിച്ചണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് അവർക്കും കൂടെ മനസ്സിലാവും. നിങ്ങൾ അടുക്കളപ്പണി കഴിയുന്നില്ല, അടുക്കള വൃത്തിയായിരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കിച്ചൺ മതി. ഒരുപാട് ഐറ്റംസ് വേണ്ട, ഒരുപാട് ഓർഗനൈസേഴ്സ് വേണ്ട. മെയിൻ ആയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി ലെസ് ഓർഗനൈസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കും 100%. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.